സ്ത്രീകൾ കേറാൻ ഈ ഫുട്ബോളിൽ നിന്ന് മാറിക്കൊടുത്തൂടെ ക്ലീനർമാർക്ക്? അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഏത് പ്രായത്തിലായാലും പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻസ് തന്നെയാ. അല്ലെങ്കിൽ നിങ്ങൾ ബസ് ജീവനക്കാർക്ക് വിദ്യാർത്ഥികളോട് അലർജി അല്ലേ? അതെ, ഒന്ന് മാറിയെന്ന് വഴി തന്നെ. ഇറങ്ങി തൊട്ടുരുമിന്ന് അങ്ങനെ സൂചിക്കണ്ട. പിന്നെ തൊട്ടുരുമാൻ പറ്റൊരു ഉരുപ്പടി അല്ല, നീലക്കുരുവി കേറിയാട്ടെ. അല്ലമ്പിളേച്ചി, ഇക്കൊല്ലോ SSLC പരീക്ഷ എഴുതാൻ തന്നെയാണോ തീരുമാനം? ഇക്കൊല്ലോ SSLC എഴുതുകയും ചെയ്യും, ഞാൻ ജയിക്കുകയും ചെയ്യും. കണ്ണും കാതും ഫീസ് ആയാലും വടിയും കുത്തിപ്പിടിച്ചു പോയി പരീക്ഷ എഴുതും. ഓ, എന്തൊരു സാക്ഷര കേരളം. അയ്യോ നീയോ? എത്ര കാലമായിട്ട് നിന്നെ കണ്ടിട്ട്? അയ്യോ, ക്ഷീണിച്ചു പോയല്ലോ നീ. നിനക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. ഞാൻ കുടുംബവും കുട്ടികളും ഒക്കെ വയസ്സായി. നീ ഇപ്പോഴും SSLC പഠിക്കുന്ന വിദ്യാർത്ഥിനി. മുഖ്യമായിട്ട് എനിക്ക് പഠിത്തം തന്നെ. അതെ, മനസ്സ് നിറച്ച SSLCയാ. അതിന്റെക്ക് മക്കൾ രണ്ട് എനിക്ക് ഉണ്ടായി. മൂത്തോൻ ഇപ്പൊ +2, രണ്ടാമത്തുള്ള SSLCയാ. ഇക്കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് SSLC എഴുതും. അതിന് വേണം ഒരു ഭാഗ്യം. അതെ, എന്റെ കയ്യിൽ നിന്ന് പിന്നെ നടന്നു എന്ന് ഇയാളെ കുത്തി. ആണോ? കുത്തു കൊണ്ടില്ലേ? ഇനി ഒന്ന് മാറി എന്നെ പാസഞ്ചറെ. അത് എന്റെ സൗകര്യ. ടിക്കറ്റ് എടുത്ത യാത്രക്കാരനെ ഞാൻ ഇരിക്കണോ മാറി നിൽക്കണോ ഞാൻ തീരുമാനിക്കും. അതിന് നീ പോയി പെണ്ണ് കെട്ടി അവളെ കൊണ്ട് കയറി. ഇവളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. അല്ല, അത് തീരുമാനിക്കാൻ താനാരാ? മഹിളാ സമാജ മണ്ഡലം പ്രസിഡന്റാ. ഈ മഹിളയുടെ പ്രസിഡന്റ് ഞാനാടോ. എന്റെ 2 കുട്ടികളെ പ്രസവിച്ച കന്യകയാണ് സ്റ്റുഡന്റ്. മാറിക്കടോ. എന്നെ കൊണ്ട് തൊടിയിക്കണില്ല, പിന്നെയാണ് വേറൊരുത്തൻ. അമ്പിളി, സേഫ്റ്റി പിന്ന് കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഓ, ഇഷ്ടം പോലെ. എന്നെ പോലുള്ള വിദ്യാർത്ഥിനികളുടെ ജീവിതം സേഫ് ആക്കണമെങ്കിലേ ശരീരം മുഴുവൻ സേഫ്റ്റി പിൻ ഉണ്ടെങ്കിലേ പറ്റും. നിന്റെ ആക്രാന്തം. അതെ, മൈത്രിയുടെ ക്യാഷ് ബാഗ് അറിഞ്ഞുകൊണ്ട് എന്റെ കുടുംബം ജീവിക്കില്ല. അതിന് ഇതിലാള് കാരണം. എന്നാ നീ കേട്ട്. ഇപ്പൊ പലപ്പോഴും കയറിക്കോ. 5 മിനിറ്റ് മുമ്പേ ഇത് പോയാലും 10 മിനിറ്റ് മുമ്പേ അവിടെ എത്തുന്ന ഇതാ. 10 മിനിറ്റ് നേരത്തെ എന്നിട്ട് തള്ളകൾക്ക് തിരുവാതിര കളിയൊന്നുമില്ലല്ലോ. എങ്കിൽ മനോഹരമായ ഗാനം കേട്ട് സുഖമായിട്ട് യാത്ര. ശിവപുരം 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 ശിവപുരം. കുഞ്ഞാക്ക അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ സത്യ, ടാക്സ് അടക്കാൻ നേരായി. RTO ഓഫീസിൽ പോയി തൊള്ളയും തുറന്ന് കുത്തിരിക്കാൻ നേരല്ലോ. അതിനല്ലേ കുഞ്ഞാക്ക എന്നെ പോലുള്ള RTO ബ്രോക്കർമാര്. കാശും കള്ളാസൊക്കെ നമ്മളെ റെഡിമെയ്ഡ് വീടിൽ ഏജിമെന്റ് അടുത്തുണ്ട്. അവിടെ ചെന്നാ മതി. ഇന്നെ കൊണ്ട് അടച്ചക്കിട്ടാ. ആയിക്കോട്ടെ. പുറപ്പെടാനായിട്ടാ എടക്കുരുളെത്തി. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് എത്തുന്നത്? ഒരു ദിവസം 1 മിനിറ്റ് പോലും തെറ്റുന്നില്ലല്ലോ ടീച്ചറെ. ഞങ്ങള് രണ്ടാളും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. ഇനി കഷ്ടിച്ച 1 കൊല്ലം കൂടെ ഉള്ളൂ എന്റെ പഠിപ്പിക്കല്. അത് കഴിഞ്ഞാ പിന്നെ ഈ യാത്ര അവസാനിച്ചു. റെസ്റ്റ് എടുക്കാനാണ് സർക്കാർ പെൻഷൻ പറ്റുന്ന പരിപാടി ഏർപ്പാടാക്കിയത്. എന്നിട്ട് മാഷക്കാണ് ഒരു റെസ്റ്റും ഇല്ല. ടീച്ചറായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കന്നെ. വെറുതെ അല്ല നാട്ടുകാർ അതിനൊരു യോഗം വേണം ബാസുട്ടിയെ. കേറ് മാഷ, കേറ്. ശരിയാ, എന്റെ യോഗം മഹായോഗം. ശിവപുരം 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 ശിവപുരം. അല്ല, എന്നും ഇങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് നടന്നാ മതിയോ? പെണ്ണൊന്ന് കെട്ടണ്ടേ സക്കീറെ? അതിന് മാഷ് കൊത്തു കിട്ടിയ പോലെ ഒന്നിനെ പടച്ചോ ഞമ്മക്കും തരണ്ടേ ടീച്ചറെ. കിട്ടണോ? അപ്പൊ ഇതുങ്ങൾ തപ്പി പിടിച്ചതാ? അല്ല നാരായണ, പുറപ്പെടല്ലേ? ഷൊർണൂർ പട്ടാമ്പി ശിവപുരം ശിവപുരം. എന്താ ഇത്? ഒന്ന് വേഗം വന്നാലേ പൈതങ്ങളെ. കുഞ്ഞാക്ക നേരത്തെ വരൂല, വൈകിയും വരൂല. വരേണ്ട സ്ഥലത്ത് വരണ്ട നേരത്തെ വന്നിരിക്കും. എക്സ്ക്യൂസ് മീ, പുതിയ ആളാണല്ലേ? പുതിയ ആളൊന്നല്ല, ഈ പ്രായമൊക്കെ ആയില്ലേ. അല്ല, ബസ്സിൽ പുതിയ യാത്രക്കാരിയാണോ എന്ന് ചോദിച്ചതാ. വിശേഷങ്ങളൊന്നും അന്വേഷിക്കണ്ട, മാറിക്ക് കേറട്ടെ. ഓ
തണ്ടണെങ്കിൽ വേണം ഡിഗ്രി, പട്ടിണി കിടക്കണമെങ്കിൽ വേണം 100 റുപ്യ. കാലം വല്ലാത്ത മോളെ. ആ ടിക്കറ്റ് കണ്ടക്ടർ ആ സീറ്റില്ലേ? ഉണ്ടല്ലോ, 40 സീറ്റുണ്ട്. പക്ഷെ ആളിരിക്കാണല്ലോ. ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട്, അതിൽ ഡ്രൈവർ ഇരിക്കുന്നു. കണ്ടക്ടർ എനിക്ക് പോലും സീറ്റില്ല. എന്താ കളിയാക്ക? കാര്യം പറഞ്ഞാണ് മാഡം. സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാർ ഇരിക്കുന്നുണ്ടല്ലോ. പുരുഷന്മാരില്ല, ഒരു പുരുഷൻ, പ്രായമുള്ള ആളാ, സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസന് വേറെ സീറ്റ് ഉണ്ടല്ലോ. വികലാംഗർക്കുണ്ടല്ലോ, അത് മതിയോ? എന്താ ഭീരാന്തോർ അംഗവൈകല്യ, മനോവൈകല്യ പറയും. എന്താ സുട്ടിയെ? ഞാൻ കുറച്ചു നേരമായിട്ട് ഈ നാട്ടുകാരനല്ലേ. യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറിയല്ലേ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടേണ്ടി വരും. അവിടെ ചെന്നിട്ട് എന്താക്കാനാണ് മാഡം? അതും കാക്കി ഇതും കാക്കി. അത് വെറും കാക്കി, ഇത് കക്കാക്കി. ഞങ്ങള് കാരണം ഒരു പ്രശ്നം വേണ്ട. മോള് ഇവിടെ ഇരുന്നോളൂ. ഇങ്ങോട്ട് ഇരുന്നോളൂ. വേണ്ട മോളെ. വേണ്ട കുട്ടികളെ, ഞങ്ങൾ നിന്നോളാം. യുദ്ധം ചെയ്ത് നേടിയല്ലേ ഇരുന്നോളി. ജീവിതകാലം മുഴുവരിക്കാനല്ലോ. ഇറങ്ങാനുള്ള സ്റ്റോപ്പിലെത്തുമ്പോ ഇറങ്ങണല്ലോ. ഇരുന്നോളി. എങ്ങട്ടാ? ശിവപുരം. ഏ ശിവപുരം. അല്ല, ഇതിന്റെ മരുന്നടിക്കണില്ലേ പോരേലി? 1000-ന്റെ. അത് റിസർവ് ബാങ്ക് ഇറക്കുന്നതാ. പക്ഷെ കുറച്ചുപേരെ കയ്യിലേ കിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള മുറ്റത്ത് ഇപ്പോഴും ദാരിദ്ര്യ രേഖന്റെ കട്ടി കൂടി വരികയാണ്. കാണുമ്പോ കൊതിയാവുക. ഇത്രയും നേരവും ഭംഗിയുള്ള ഒരു 500 നോട്ട് ഈ അടുത്ത കാലത്തെങ്കിലും ഈ ബസ്സിൽ കയറിയിട്ടില്ല അല്ലേ മാഡം? 8.50 ചില്ലറ തരണം. ചില്ലറയും പേരെ നടക്കില് യാത്രക്കാരുടെ പണിയല്ല, കണ്ടക്ടറുടെ ജോലിയാ. ഒരു യുദ്ധമില്ലാതാക്കലാണ് നമ്മുടെ ജോലി. കേട്ടിട്ടില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന്? ഒരു കണ്ടക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ്? വെറും 8 രൂപ 50 പൈസ. ഇതാ 8 രൂപ 50 പൈസ പിന്നെ തരാം. 500 ഇങ്ങോട്ട് തന്നെ. പ്രശ്നം തീർന്നല്ലോ. എന്റെ പൈസ കിട്ടിയാ മതി. അവർക്ക് ടിക്കറ്റും കിട്ടിയാ മതി. സഹോദരി, ഈ 500 എന്റെ കയ്യിലുണ്ടട്ടാ. ഒരു 8.50 ഇങ്ങോട്ട് തന്നാൽ ഈ 500 എപ്പോ നിങ്ങൾ തിരിച്ചു തരാം. ചില്ലറ ഞാൻ കൊടുക്കില്ലേ? അപ്പൊ ഞാൻ 8.50 കൊടുത്തില്ലേ? ഞാൻ നിങ്ങളോട് കാശ് വാങ്ങിയോ? അപ്പൊ എന്റെ കാശോ? അത് നിങ്ങൾ തമ്മിൽ തീർത്തോ? കുഞ്ഞാക്ക, എന്റെ 8.50. അതെ, ഞാൻ കുറച്ച് നേരായിട്ട് നാട്ടുകാരനെ അല്ല. ടിക്കറ്റ് എവിടെ നിന്ന് വന്ന് കേറിയിടാ? ശിവപുരോ? ആ ശിവപുരം സ്കൂൾ പടി. അതെ, എന്റെ 8.50. ഇതാ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ അവിടെ നിന്ന് കിട്ടി? ഇല്ലാഞ്ഞിട്ടല്ല, അയാളുടെ ജാട കൊണ്ട് കൊടുക്കാൻ ഞാൻ. അല്ല, പേരെന്താ? എന്തിനാത്? ഞങ്ങൾ ക്ലീനേഴ്സിന്റെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, അതിലെഴുതാനാ. സ്ഥിരമായിട്ടുണ്ടാകോ, ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കയറും, എവിടെ ഇറങ്ങും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ സദാ നിങ്ങളെ ഫോളോ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഫാലേ ചെയ്യണ്ട. നൂർജഹാൻ, നൂർജഹാൻ നിക്കുന്നേ, ഞങ്ങളുണ്ട്. താങ്ക് യു നൂർജഹാൻ. അയ്യോ, സമയായി. വാ. രജിസ്റ്റർ ചെയ്തോ? നൂർജഹാൻ. നല്ല പേരല്ലേ? കേരളം. അയ്യോ, നോക്ക്. ഈ മരണച്ചവിട്ടൊക്കെ ചവിട്ടിയിട്ടും കളക്ഷൻ താഴേക്കല്ലാതെ മുകളിലേക്കില്ല. ഇല്ല കുഞ്ഞാക്ക. അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ പെണ്ണ് കെട്ടാത്ത ചുറിയുറുക്കള നല്ല ചെറുപ്പക്കാരെ ഡ്രൈവർമാരാക്കണത്. ഭാര്യയും മക്കളും ഉണ്ടോ? ആക്സിലേറ്റർ സമ്മതിച്ചാൽ കാലങ്ങോട്ട് സമ്മതിക്കൂല. സ്പീഡ് കുറഞ്ഞാലോ മുതലാളിമാരും സമ്മതിക്കൂല. നമ്മുടെ മുതലാളി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൊള്ളാം. പക്ഷെ നാരായണേട്ടോ, വലിവ് പോരാട്ടോ. ഇനി എങ്ങോട്ട് വലിപ്പിക്കാനാ? വയ്യാതാവണുണ്ട്. പിന്നെ എന്നെ പോലുള്ള ക്ലീനർമാർക്ക് വയസ്സാവൂല. അതൊരു ഹരമുള്ള പണിയാണ്. തട്ടാ കെറ്റാ. ഉച്ചക്കത്തെ ട്രിപ്പ് എണ്ണ കാശ് പോലും ഒക്കൂല. എങ്ങനെ ഒക്കാനാ? അന്നേരത്ത് നമ്മുടെ കൂടെ തന്നെ KSRTC ഒരു ലോക്കൽ സർവീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അവർക്ക് തെറ്റില്ലാത്ത കളക്ഷനും ഉണ്ട്. ഡ്രൈവറേയും കണ്ടക്ടറും ഒന്ന് കാണേണ്ട പോലെ കണ്ടാ ചിലപ്പോ. അതൊന്നും ഞമ്മക്ക് വേണ്ടോ. KSRTCയിലും എല്ലാരും ഒന്നും അത്രക്കാരല്ല. അർഹതയില്ലാത്ത അന്നം അത്തായി മുടക്കുന്ന ഞമ്മക്ക് ആക്കായി വേണ്ട. എന്നാ ഞാൻ പോട്ടെ കുഞ്ഞാക്ക. നീ പോ. അപ്പൊ കുഞ്ഞാക്ക, എന്റെ സ്ഥിതി എങ്ങനെ? സ്വാതന്ത്ര്യം കിട്ടാൻ അർദ്ധരാത്രി ആവോ? കഴിഞ്ഞിക്കണോ? ഒരു പെഗ് കൂടി ബാക്കിയുണ്ട്. ഏ? അല്ല, ബാക്ക് കൂടി ഒന്ന് കഴുകി. നമുക്കളി അവിടെ 3 സ്റ്റുഡൻസ് വെയിറ്റിംഗ് അല്ലേ? വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടേ? അതൊക്കെ ഫാസ്റ്റ് ഫുഡ് അല്ലേ. ഞങ്ങൾ ആരാ, റിച്ച് ഫാമിലി അല്ലേ. 180. ഒരു 20 രൂപയും കൂടി കിട്ടിയിരുന്നെങ്കിൽ 200 ആകും. ആയിക്കോട്ടെ, ഇപ്പല്ലേ. 180 ആയിട്ട് പോകാം. ചെത്തല് കുറച്ച് കൂടുണ്ട് കണക്ക്. ഇത് മേങ്ങിത്തത് മുടിയാന്തരായോ? ബസ് ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിൽക്കണം. ഇടങ്ങാറുണ്ടാക്കല്ലേ. അയ്യോ, ഞാനൊരു ചെത്തുകാരനല്ലേ. ഇത് എങ്ങട്ടപ്പോ? കടയിലേക്ക് സാധനങ്ങൾ എടുക്കണ്ടേ? 10 മണിക്കൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് ഉണ്ട്. അല്ല, അപ്പൊ ഇന്ന് കോയമ്പത്തൂർ? അതെ, അവിടുത്തെ പണി കഴിഞ്ഞ ബാങ്ക് എടുത്ത് കയറിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 ദിവസം വൈകാനൊന്നും നിൽക്കണ്ട. ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഞാനെന്താ ചെറിയ കുട്ടിയല്ലേ? എന്നും നീ ചെറിയ കുട്ടിയല്ലേടാ. കയറിക്കോ, ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വിടാം.